പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ വചനവുമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനെ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും കർത്താവിൽ ആണ് എന്ന് ഉറപ്പോടെ പോവുക. ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും കർത്താവിലായിരിക്കുക. നമ്മൾ പ്രശ്നത്തിലായിരിക്കാതെ, രോഗത്തിലായിരിക്കാതെ, ഇന്നലകളിലെ ചിന്തകളിലായിരിക്കാതെ കർത്താവിലായിരിക്കുക. കർത്താവിലായിരിക്കുമ്പോൾ ഇപ്പോൾ പ്രസന്റ് ടെൻസിൽ ജീവിക്കാൻ കഴിയും. ഇന്നലകളത്തെ പ്രയാസങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറും. നാളെ കുറിച്ചുള്ള ഭയം നമ്മളെ തൊടത്തില്ല. ഇന്നലകളിലെ ഭാരം നമ്മളെ തൊടത്തില്ല. നമ്മൾ ഹല്ലേലൂയ ആമേൻ ഇന്നൽ ജീവിക്കാൻ തുടങ്ങും. അതേ പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരും. നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തെല്ലാം നമ്മളൊരു സാക്ഷികളായി മാറും. കർത്താവിനെ ഉയർത്തുന്നവരായി തീരും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്തു വെക്കുന്ന ചുവടുകളിലെല്ലാം ഹല്ലേലൂയ ദൈവിക അനുഗ്രഹം നിറഞ്ഞു കവിയുന്ന ജീവിത അനുഭവം കൊണ്ട് കർത്താവ് നമ്മൾ നിറയ്ക്കും. അതുകൊണ്ട് ഹല്ലേലൂയ പൗലോസ് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ചു പോയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നിരാശപ്പെടാനേ കാര്യങ്ങളുള്ളൂ, ചിന്തിക്കാനും വ്യാകുലപ്പെടാനുമേ കാര്യങ്ങളുള്ളൂ. പക്ഷേ ഹല്ലേലൂയ നിങ്ങൾ കർത്താവിലാകുമ്പോൾ സന്തോഷിപ്പാൻ വകയുണ്ട്. കാരണം ഇന്നലെ എനിക്ക് പ്രതിസന്ധികൾ ഉണ്ടായി, പക്ഷെ ഞാൻ ഇന്ന് കർത്താവിൽ. ഇന്നലകളിൽ ആളുകൾ എന്നെ മുതലെടുത്തു, പക്ഷെ ഞാൻ ഇന്ന് കർത്താവിൽ. ഇന്നലകളിൽ ഞാൻ ഒരുപാട് മണ്ടത്തരം കാണിച്ചു, പക്ഷെ ഇന്ന് ഞാൻ കർത്താവിൽ. ഇന്നലകളിൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു, പക്ഷെ ഇന്ന് ഞാൻ കർത്താവിൽ. എപ്പോഴാണോ നിങ്ങൾ നിങ്ങളെ തന്നെ ഉറപ്പിക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിലാണ്, അത് നിങ്ങളിൽ തന്നെ നിങ്ങളെ ഉറപ്പിക്കുകയും നിങ്ങൾ ആയിത്തീരുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കർത്താവിലാകുക, ക്രിസ്തുവിലാകുക. ഇഫ് യു ആർ ഇൻ ദ ലോർഡ്, there is reason for dancing. നൃത്തം ചെയ്യാൻ, സന്തോഷിക്കാൻ കാരണമുണ്ട് കർത്താവിലാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകളിലെ പരാജയത്തെയും പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും മറന്ന് ക്രിസ്തുവിലാണ് ഞാൻ ഇപ്പോൾ എന്ന ബോധ്യത്തിൽ മുന്നോട്ട് പോകുക. പരാജയപ്പെടത്തില്ല. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ് അന്ത്യത്തോളം, ക്രിസ്തുവിന്റെ നാളോളം അതിനെ തേക്കും. ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിനകത്ത് തകർച്ച എന്നൊരു വിളി നിങ്ങളുടെ മേലില്ല. അസാധ്യം എന്നൊരു വിളി നിങ്ങളുടെ മേലില്ല. നിങ്ങളുടെ മേൽ കിടക്കുന്ന ദൈവിക പദ്ധതി, നിങ്ങളുടെ മേൽ കിടക്കുന്ന ദൈവിക നിയോഗം, ഇറ്റ്സ് ഗ്രേറ്റർ. അത് ഏറ്റവും വലുതാണ്, ഏറ്റവും ശക്തിമേറിയതാണ്, ഏറ്റവും ഉന്നതമായതാണ്. അതുകൊണ്ട് ഹല്ലേലൂയ പ്രിയപ്പെട്ട ജീവിതത്തിൽ നിങ്ങൾ ഇന്നലകളിൽ കണ്ട പരാജയമോ ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ മുറിവുകളിൽ ജീവിക്കാം. അതെ, അതെല്ലാം ഒന്ന് മറന്നേ. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ട, നമുക്ക് ഇന്നലകളിൽ നിങ്ങളെ പ്രയാസപ്പെടുത്തിയവര് അവരിൽ നിന്ന് നിങ്ങളുടെ മുമ്പിലുണ്ടായിരിക്കും. പക്ഷെ ആ പ്രയാസത്തെ ഒന്ന് മറക്കുമ്പോൾ നിങ്ങൾക്ക് ഹൃദയപൂർവ്വം അവരെ സ്നേഹിക്കാൻ കഴിയും. അപ്പോൾ ആ സ്നേഹം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്, നിങ്ങൾ വേറൊരാളെ വെറുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെയാണ് സ്പോയിൽ ചെയ്യുന്നത്. അത് മറക്കരുത്. കർത്താവിനെ സ്നേഹിക്കുമ്പോൾ, കർത്താവിൽ വസിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും ആസ്വദിക്കാൻ കഴിയും. ഇന്ന് ഹല്ലേലൂയ ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിലും അതെ ഹല്ലേലൂയ ആമേൻ അങ്ങനെ കർത്താവ് എനിക്ക് വേണ്ടി നൽകിയ ദിവസമാണെന്ന് എന്ന സന്തോഷത്തോടെ ആരംഭിക്കാം. ഓരോ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് നമ്മളെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽക്കാലം കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് സ്തുതിക്കാം. നമ്മുടെ ഉള്ളിൽ നിന്ന് എല്ലാ ഭാരവും മാറിപ്പോകട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. എല്ലാ സാഹചര്യങ്ങളിലും സന്തോഷിക്കുക. അസാധ്യതകളുടെ നടുവിലും സന്തോഷിക്കുക. പ്രതികൂലങ്ങൾ എന്ന സാഹചര്യം പറയുമ്പോഴും സന്തോഷിക്കുക. തോൽവി എന്ന് ലോകം പറയുമ്പോഴും സന്തോഷിക്കുക. ഇരുട്ടെന്ന് ലോകം പറയുമ്പോഴും സന്തോഷിക്കുക. കാരണം നിങ്ങൾ കർത്താവിനാണ്. നിങ്ങൾ ഇരുട്ടിലല്ല, നിങ്ങൾ പ്രശ്നങ്ങളിലല്ല, നിങ്ങൾ വെല്ലുവിളികളിലല്ല. യു ആർ ഇൻ ദ ലോർഡ്. നിങ്ങൾ കർത്താവിൽ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവിൽ സന്തോഷിക്കാനായിട്ട്, കർത്താവിൽ ആനന്ദിക്കാനായിട്ട് ഹല്ലേലൂയ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങളുടെ സന്തോഷം വേറെ ആരുടെയും ഉത്തരവാദിത്തമല്ല, നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ ആമേൻ. നിങ്ങളുടെ ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്ന അനുസരിച്ച് ഇന്നത്തെ മിക്കവാറും എല്ലാ രോഗങ്ങളുടെയും കാരണം മനസ്സിന്റെ
സ്ട്രെസ്സാണ്, മനസ്സിനകത്ത് വരുന്ന ഭാരമാണ്, നിരാശയാണ്, പ്രശ്നങ്ങളാണ്, കുറ്റബോധമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളതൊന്നും മറന്നിട്ട് കർത്താവിൽ നിന്ന് സന്തോഷിക്കാം. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറിപ്പോ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ഫിലിപ്പ് ലേഖനത്തിന് 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നിന്ന് ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഞാൻ പിന്നെയും പറയുക, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തില് ഈ ഹല്ലേലൂയ സന്തോഷത്തിന് കാരണങ്ങൾ കണ്ടുപിടിച്ച് സന്തോഷിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ സന്തോഷിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാകും. പക്ഷെ സന്തോഷിക്കുക, അപ്പോൾ കാരണങ്ങൾ ഉണ്ടാവും, സന്തോഷിക്കാൻ കാരണങ്ങൾ ഉണ്ടാവും. ഹല്ലേലൂയ. അതായത് പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കർത്താവിലുള്ള സന്തോഷത്തെ അങ്ങ് ആസ്വദിക്കാൻ തുടങ്ങാം. നമ്മുടെ ജീവിതത്തിന് അവസരമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അവിടെ സന്തോഷിപ്പിനെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇവിടെ ഈ വചനത്തിൽ പറയുന്നതനുസരിച്ച് സന്തോഷിക്കുവാനായിട്ട് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന പൗലോസ് ഇത് എഴുതാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ എഴുതിയൊരു ലേഖനമല്ലത്. കാരാഗ്രഹത്തിൽ കിടക്കും എഴുതിയ ലേഖനം. ആ കാരാഗ്രഹത്തിൽ കിടക്കും എഴുതിയ ലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പിക്കും. എന്നിട്ട് തുടർന്ന് പൗലോസ് അതേ അധ്യായത്തിന് തന്നെ 13-ാം വാക്യം വായിക്കുമ്പോൾ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായത്. എന്നെ ശക്തനാക്കുന്ന അവൻ മുഖാന്തരം. അപ്പൊ അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം, നിങ്ങൾ സന്തോഷിക്കുക എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ, എന്റെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് ഞാൻ സന്തോഷിക്കുന്നവനല്ല, കർത്താവ് എന്നെ ശക്തീകരിച്ചത് കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നവൻ. എന്റെ സന്തോഷത്തിന് കാരണങ്ങൾ ഉള്ളത് കൊണ്ടല്ല, കാരണങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴും എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. അവനാണ് എന്റെ സന്തോഷത്തിന്റെ ഉറവിടം. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്ന അവൻ മുഖാന്തരം. അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ എന്തുമാകട്ടെ, നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെക്കുറിച്ച് ഇതിന്റെ 11-ാം വാക്യത്തിലും 12-ാം വാക്യത്തിലും പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോട് ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും ഞാൻ എല്ലാം ശീലിച്ചിരിക്കുന്നു. ഞാനിതെല്ലാം ട്രെയിൻഡ് ആണ്. എന്റെ ഈ സാഹചര്യങ്ങളിൽ കൂടെ എല്ലാം ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ എന്നെ തന്നെ പരിശീലിപ്പിച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? എല്ലാ സാഹചര്യങ്ങളും സന്തോഷിക്കാനായിട്ട്, എല്ലാ അവസ്ഥകളിലും സന്തോഷിക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ ട്രെയിൻ ചെയ്തിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്തുമാവട്ടെ, ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം ഇതാണ്: എല്ലാ സാഹചര്യങ്ങളും ഞാൻ സന്തോഷിക്കും. സമൃദ്ധി ഞാൻ അലംഭാവത്തോടിരിക്കും. എങ്ങനെയാണെന്നറിയാം അലംഭാവത്തോടിരിക്കുന്നത്? എനിക്കെല്ലാം ഉള്ളപ്പോഴും, എനിക്കെല്ലാ സമൃദ്ധി ഉള്ളപ്പോഴും ഹല്ലേലൂയ ഞാൻ അലംഭാവത്തോടിരിക്കുക എന്ന് പറഞ്ഞാൽ, കാരണം എന്റെ ശ്രദ്ധ അവിടെയല്ല, എന്റെ ശ്രദ്ധ കർത്താവിൽ. ചിന്തിച്ചു നോക്കുക, ഒരു കൊച്ചു കുഞ്ഞ്, ആ കുഞ്ഞിനെ നിങ്ങൾ എത്രമാത്രം മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ കുഞ്ഞിന് മുമ്പിൽ കൊണ്ടുവച്ചാലും, ഒരു ടോയ്, ഒരു കളിപ്പാട്ടം ആ കുഞ്ഞിന് മുമ്പിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കളിപ്പാട്ടം മതി. നിങ്ങൾ ആ കുഞ്ഞിന് മുമ്പിൽ മറ്റു വിലയേറിയ എന്തൊക്കെ വസ്തുവകൾ കൊണ്ടുവച്ചാലും കുഞ്ഞിന് അതൊന്നും ലക്ഷ്യമാക്കരുത്, അതൊന്നും കാര്യമാക്കത്തില്ല. അവിടെ ഒരുപക്ഷെ വില കൂടിയ ഡ്രസ്സ് വാങ്ങിച്ചു വെച്ചേക്കാം, ഒരു വില കൂടിയ മോതിരമോ വില കൂടിയ ചെയിനോ മറ്റെന്തെങ്കിലും ആ കുഞ്ഞിനോട് വാങ്ങിച്ചു വെച്ചിരിക്കാം. പക്ഷെ ഒരു കൊച്ചു കുഞ്ഞെന്ന നിലയ്ക്ക് അതിനൊന്നും വാല്യൂ മനസ്സിലാക്കാൻ കഴിയാത്തൊരു കുഞ്ഞെന്ന നിലയ്ക്ക് അതിനെല്ലാം അലക്ഷ്യമായി കാണും. കാരണം ആ കുഞ്ഞിന്റെ ശ്രദ്ധ കംപ്ലീറ്റ്, ആ കുഞ്ഞിന്റെ വളർച്ചയുടെ സ്റ്റേജ് അനുസരിച്ച് ആ കുഞ്ഞിന്റെ ശ്രദ്ധ മുഴുവൻ ആ കളിപ്പാട്ടത്തിൽ. അതുകൊണ്ട് മറ്റുള്ളതിനെ അലക്ഷ്യമായിട്ടിടും, മറ്റുള്ളതിനെ ശ്രദ്ധിക്കത്തില്ല. കാരണം ആ കുഞ്ഞിന്റെ ശ്രദ്ധ മറ്റൊന്നില്ല. അതേ പ്രിയപ്പെട്ടവർ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, പരീക്ഷ അടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ, നല്ലപോലെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, മറ്റെല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ പഠിത്തത്തിൽ അത്ര ഡെഡിക്കേറ്റഡ് ആയിരിക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം മറ്റു വിനോദങ്ങളെല്ലാം അലംഭാവത്തോടെ, കളിക്കാൻ അറിയത്തില്ല എന്നിട്ടല്ല, കളിക്കുവാനുള്ള പ്രാപ്തി ഇല്ലാഞ്ഞിട്ടില്ല, ആരോഗ്യശേഷി ഇല്ലാഞ്ഞിട്ടില്ല, പക്ഷെ ശ്രദ്ധ മറ്റൊന്നിലായതുകൊണ്ട് ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഈ സമൃദ്ധിയിൽ അലംഭാവത്തോടിരിക്കാൻ കാരണം എന്താണെന്നറിയാം? ആ സമൃദ്ധിയെ അലംഭാവത്തോടെ കാണാൻ കാരണം എന്താണെന്നറിയാം?
അവന്റെ ശ്രദ്ധ ഹല്ലേലൂയ മറ്റൊന്നില്ല, ക്രിസ്തുവില, തന്നെ കരുതുന്ന കർത്താവില. അവിടെ ആ അലംഭാവം എന്ന് പറയുന്നത് അലസതയല്ല, അവന്റെ ശ്രദ്ധ മറ്റൊന്നിൽ കേന്ദ്രീകരിച്ചിരിക്കുക. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് അവസ്ഥയിലും ഒരേപോലെ ഇരിക്കാൻ സാധിക്കും നിങ്ങളുടെ ശ്രദ്ധ ക്രിസ്തുവിലാണ്. അപ്പോൾ സമൃദ്ധി മുമ്പിലുണ്ടെങ്കിലും അതിനെ വകവെക്കരുത്. അതുപോലെ തന്നെ വെല്ലുവിളികൾ മുമ്പിലുണ്ടെങ്കിലും അതിനെ വകവെക്കരുത്. കാരണം ശ്രദ്ധ മറ്റൊന്നില്ല. ഒരു അപകടം നടക്കുന്ന സ്ഥലമാണെന്നിരിക്കട്ടെ, അവിടെ ഒരു തന്റെ കുഞ്ഞ് ഒരു അപകടത്തിൽ പെട്ടു കഴിഞ്ഞാൽ ബാക്കി ആര് നോക്കി നിന്നാലും ഒരുപക്ഷെ മാതാപിതാക്കൾ നോക്കി നിൽക്കത്തില്ല. കാരണം അവര് ആ അപകട സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ തന്നെ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അവർക്ക് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ചെയ്താൽ അവർക്ക് ജീവഹാനി സംഭവിച്ചിരിക്കും. പക്ഷെ ഒരുപക്ഷെ അവരത് മതിമറക്കും. കാരണം കുഞ്ഞെന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് വരുമ്പോൾ ആ അപകടത്തെ അലംഭാവത്തോടെ എടുക്കുക. എന്തുകൊണ്ടാണെന്നറിയാമോ? അവരുടെ ശ്രദ്ധ ഏറ്റവും വിലയേറിയ ഒന്നിലാണ്. ഇവിടെ ഞാൻ പറയട്ടെ, നിങ്ങൾ എത്രത്തോളം ക്രിസ്തുവിൽ വളരുന്നു, എത്രത്തോളം നിങ്ങൾ ക്രിസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, അത്രത്തോളം നിങ്ങൾ മറ്റുള്ളതിനെ അലംഭാവത്തോടെ കാണും. അതാണ് പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അതായത് എന്റെ ശ്രദ്ധ പിടിച്ചെടുത്തവൻ. ഹല്ലേലൂയ, ആമേൻ. എന്റെ ഹൃദയത്തെ കവർന്നവൻ, എന്റെ ജീവിതത്തെ പിടിച്ചെടുത്തവൻ. ഹല്ലേലൂയ. എന്റെ സ്നേഹം മുഴുവൻ അവനിലേക്ക്, ആമേൻ. എന്റെ ശ്രദ്ധ മുഴുവൻ അവനിലേക്ക്. ഹല്ലേലൂയ. വീട്ടിൽ ഒറ്റപ്പെടുമ്പോഴും, ഹല്ലേലൂയ, ജോലി സ്ഥലത്ത് ഒറ്റപ്പെടുമ്പോഴും, ഹല്ലേലൂയ, കുടുംബത്തിൽ, ആമേൻ, സാഹചര്യങ്ങളിൽ ഒറ്റപ്പെടുമ്പോഴും അവനറിയാം ഞാൻ ഒറ്റയ്ക്കല്ല. കാരണം എന്റെ ശ്രദ്ധ മുഴുവൻ പരിശുദ്ധാത്മാവില. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ചുറ്റുപാടുകളും പഴികളും പ്രയാസങ്ങളും നിന്ദകളും വന്നേക്കാം. പക്ഷെ ഹല്ലേലൂയ, അവനതിൽ അലംഭാവത്തോടിരിക്കും. കാരണം അവന്റെ ശ്രദ്ധ ക്രിസ്തുവില. അവനെ ശക്തനാക്കുന്ന അവന്റെ ശക്തി അതാണ്. ഹല്ലേലൂയ, എന്നെ സ്നേഹിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയുക, ഞാൻ ഈ സാഹചര്യങ്ങളിൽ മുഴുവൻ അലംഭാവത്തോടിരിക്കാൻ ഒരു കാരണമുണ്ട്, എന്റെ ശ്രദ്ധയെ കവർന്നവൻ. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിന്റെ മുഴുവൻ ആസ്തിയെയും എന്റെ ജീവിതത്തിന് മുഴുവൻ കാര്യങ്ങളെ വിട്ടുകൊടുത്താലും തീരാത്തവണ്ണം എന്നെ സ്നേഹിച്ച് ആഴമേറിയ ദൈവത്തോടുള്ള കടപ്പാട് അത് തിരിച്ചറിയുമ്പോൾ, ആ ഇന്റിമസിയിലേക്ക് വരുമ്പോൾ എല്ലാം സാധ്യമാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. സകലത്തിനും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് കേന്ദ്രത്തിൽ, ഏത് പോയിന്റിൽ നിങ്ങൾ നിൽക്കുകയാണ്, മറക്കരുത്, ഹല്ലേലൂയ, നിങ്ങളുടെ ശ്രദ്ധയെ കവർന്നവൻ, നിങ്ങളുടെ ഹൃദയം കവർന്നവൻ ആ കർത്താവാണോ? ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതായത് പ്രിയപ്പെട്ടവരെ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാൻ സാധിക്കണമെങ്കിൽ ആ കർത്താവിനെ നിങ്ങൾ അതുപോലെ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി കർത്താവിനെ ഇത്ര ഡീപ്പായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, യെസ്, മറ്റൊന്നും അവനെ ആകർഷിക്കരുത്, മറ്റൊന്നും അവനെ പിടിച്ചെടുക്കരുത്, മറ്റൊന്നും അവനെ സ്വാധീനിക്കരുത്. യെസ്, മറ്റൊന്നിനും അവനെ സ്വാധീനിക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, കർത്താവിനാൽ പിടിക്കപ്പെട്ടവരാണോ നിങ്ങൾ? കർത്താവിന്റെ സ്വാധീന വലയത്തിനാണോ നിങ്ങൾ? കർത്താവാണോ നിങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം? അതെ, ആ ഒരു ശ്രദ്ധ, ആ ഒരു ഫോക്കസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് സകലതും സാധ്യമാണ്. ഏത് പ്രതിസന്ധികളുടെ മുമ്പിലും നിങ്ങൾ പറയും, ഇല്ല, ഇറ്റ് ഈസ് പോസിബിൾ, സാധ്യമാണ്. കാരണം എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം എനിക്കായിട്ടുണ്ട്, എന്നെ ശക്തനാക്കുന്ന ഒരു കർത്താവ് എനിക്കായിട്ടുണ്ട്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, ഏത് നിലവാരത്തിലുണ്ടാകട്ടെ, ഒരിക്കലും ഒരു നാളും നിങ്ങൾ പതറരുത്, തളരരുത്. നിങ്ങളുടെ ശ്രദ്ധ കർത്താവിലേക്ക്, നിങ്ങളുടെ നന്മകൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവൻ കർത്താവിലാകുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായത് നിങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങും. അതെങ്ങനെ വരുമെന്നറിയാമോ? നിങ്ങൾ ചിന്തിക്കാത്ത വഴികളിൽ കൂടെ വരും. നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല ആ വ്യക്തി എനിക്ക് സഹായിക്കും, ആ വ്യക്തിയിലൂടെ നിങ്ങൾക്ക് ആ സഹായം വരും. അയ്യോ, അത്രയും വലിയ നിലയിൽ അദ്ദേഹം എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഓർത്തില്ല. അത് നിങ്ങളെ ആശ്ചര്യപ്പെടുന്ന പോലെ, നിങ്ങൾ അത്ഭുതപ്പെടുന്ന പോലെ നിങ്ങളുടെ കാര്യങ്ങളെ കർത്താവ്. പ്രൈസ് ഗോഡ്. അതിന് നിങ്ങളിൽ വേണ്ട പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ,
എന്നെ ശക്തനാക്കുന്നത്, അതായത് എന്നെ സ്വാധീനിച്ചിരിക്കുന്ന കർത്താവ്. അതേ പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കുക. ഹല്ലേലൂയ, ആമേൻ. ഏത് വിഷയം വന്നാലും നമുക്ക് ഒരു വാക്കേ പറയാനുള്ളൂ: എനിക്കൊരു കർത്താവുണ്ട്, എന്നെ ശക്തനാക്കുന്ന ഒരു കർത്താവുണ്ട്, എന്നെ ശക്തനാക്കിയിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ പരാജയപ്പെടാതെ വണ്ണം എന്നെ കരങ്ങളിൽ താങ്ങി നടത്തുന്ന ഒരു കർത്താവുണ്ട്. തന്റെ മഹത്വത്തിനൊത്തോളം എന്നെ നടത്തുന്ന ഒരു കർത്താവുണ്ട്. എന്നെ കൃപയിൽ പരിപാലിക്കുന്ന ഒരു കർത്താവുണ്ട്. എനിക്ക് വേണ്ടുന്നതെല്ലാം നൽകുന്ന ഒരു കർത്താവുണ്ട്. യെസ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയുക, എന്നെ ശക്തനാക്കുന്ന അവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായത് അലംഭാവത്തോടെ ഇരിപ്പാനായിട്ട്. എപ്പോഴാ? സമൃദ്ധിയുടെ നടുവിലും അലംഭാവത്തോടെ. കാരണം ഞാൻ അവനാൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ, ആമേൻ. അതായത് പ്രിയപ്പെട്ടവർ, ഞാൻ ഉദാഹരണം വീണ്ടും പറയാൻ ആഗ്രഹിക്കുക. ഒരു കുഞ്ഞിന്റെ മുമ്പിൽ എത്ര വിലവുയർന്ന വസ്തുക്കൾ, എത്ര വിലവുയർന്ന ആഭരണങ്ങൾ അവിടെ കൊണ്ടിട്ട് ആ കൊച്ചു കുഞ്ഞ് അതൊന്നും ശ്രദ്ധിക്കരുത്. പക്ഷെ ആ കുഞ്ഞിന്റെ മുമ്പിൽ ഒരു കളിപ്പാട്ടം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ കളിപ്പാട്ടമായിരിക്കും ആ കുഞ്ഞിന്റെ ശ്രദ്ധ. മറ്റു കാരണം ആ കുഞ്ഞിനെ അറിയില്ല. കാരണം കുഞ്ഞിന്റെ വളർച്ചയുടെ ലെവൽ അതുപോലെ. കാരണം കുഞ്ഞിന്റെ ശ്രദ്ധ അതില്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർ, നമ്മള് ചില ജീവിത ലക്ഷ്യങ്ങളുമായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ അങ്ങനല്ലേ? നമ്മൾ കാണാറില്ലേ? ഓട്ടക്കളത്തിൽ ഓടുന്നവര്, ചുറ്റുപാടുകൾ പ്രോത്സാഹിപ്പിക്കാൻ ആളുകൾ കാണും, വിമർശിക്കാൻ ആളുകൾ കാണും, നിരുത്സാഹപ്പെടുത്താൻ ആളുകൾ കാണും. പക്ഷെ പോർക്കളത്തിൽ, കളിക്കളത്തിൽ ഓടുന്നവൻ, കളിക്കളത്തിൽ അവന്റെ കഴിവിനെ പ്രദർശിപ്പിക്കുന്നവൻ, ഗാലറിയിലുള്ള ബഹളങ്ങളോ പ്രോത്സാഹന വാക്കുകളോ ഒന്നും അവനെ സ്വാധീനിക്കത്തില്ല. കാരണം അവനൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ ശക്തനാക്കുന്ന അവൻ മുഖാന്തരം നിങ്ങളെ സ്വാധീനിച്ചിരിക്കുന്ന കർത്താവ്, അവനിലാണ് നിങ്ങൾ വസിക്കുന്നതെങ്കിൽ സകലതും സാധ്യമാണ്. നിങ്ങൾ അങ്ങനെ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിൽ സന്തോഷിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? ഈ ഫിലിപ്പി ലേഖനം 4-ാം വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. വളരെ മനോഹരമായിട്ട് ആമേൻ, ഹല്ലേലൂയ, ഇവിടെ വാക്യം പറയും. എന്റെ ദൈവമോ, എന്റെ ദൈവം. പൗലോസ് പറയുക, എനിക്ക് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട് കർത്താവായിട്ട്. കാരണം ഞാൻ കർത്താവിലാണ്. ഐ എം ഇൻ ദ ലോർഡ്, സോ ഐ ഹാവ് റീസൺ ടു റിജോയ്സ്. എനിക്ക് സന്തോഷിക്കാൻ കാരണമുണ്ട്, ബിക്കോസ് ഐ എം ഇൻ ദ ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ എനിക്കെല്ലാം സാധ്യമാ, ബിക്കോസ് ഐ ആം ഇൻ ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ള പൗലോസ് തന്റെ ജീവിതത്തെ കുറിച്ച് പറയുക, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ, എന്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ, നിങ്ങളുടെ നീഡ്സ്, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുമാകട്ടെ, നിങ്ങളെ എത്ര വലിയ ആവശ്യത്തിന് മുമ്പിൽ നിൽക്കുകയാകട്ടെ. ഹല്ലേലൂയ, ആമേൻ. അവിടെ നടക്കുന്ന ഒരു കാര്യം ഇതാണ്. ഹല്ലേലൂയ. മഹത്വത്തോടെ, മഹത്വത്തോടെ. യെസ്, മഹത്വം. ദൈവത്തിന്റെ മഹത്വം എവിടെയാണെന്ന് അറിയാം. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ മഹത്വം കാണുമ്പോൾ ഗ്രേറ്റർ കാര്യങ്ങളാണ് ദൈവത്തിന്റെ മഹത്വം കാണുന്നത്. ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അവൻ ഉന്നതനായിരുന്നിട്ടും നമ്മുടെ കൂടെ ഇറങ്ങി വന്ന് വസിക്കുന്നില്ലേ? അതാണ് ഏറ്റവും വലിയ ഗ്ലോറി. ഉന്നതനായ ദൈവം നമ്മുടെ കൂടെ വന്ന് വസിക്കും. ശക്തനാണ്, ഉന്നതനാണ്, പക്ഷെ അവൻ നമ്മളിൽ വന്ന് വസിക്കുക. അതിനത്രയും മഹത്വമൊരു കാര്യം വേറൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. അതിനോളം മഹത്വമേറിയത് അതാണ് ദൈവത്തിന്റെ മഹത്വം. അതെ, എന്റെ ചെറുതും വലുതുമായ കാര്യങ്ങളെ അറിയുന്ന ദൈവം മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അവന്റെ ധനത്തിനൊത്തവണ്ണം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ അവന്റെ ശക്തിയുടെ ധനം, അവന്റെ സ്നേഹത്തിന്റെ ധനം, അവന്റെ സ്നേഹം ഉന്നതമായതാണ്, അവന്റെ സമ്പത്ത് അതിശ്രേഷ്ഠമാണ്, അവന്റെ കരുതൽ ശ്രേഷ്ഠമാണ്, അവന്റെ കരുണ ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. കർത്താവ് എല്ലാ വിധത്തിലും അവൻ എക്സ്ട്രാ ഓർഡിനറിയാണ്. അത്യുന്നതനായവനാണ് എന്റെ ദൈവം, ഉന്നതനായവനാണ് എന്റെ ദൈവം. ആ ദൈവം തന്റെ ധനത്തിനൊത്തവണ്ണം, ഹല്ലേലൂയ, ആമേൻ, ക്രിസ്തുയേശുവിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നു: തന്റെ ധനവും തന്റെ മഹത്വവും. ഹല്ലേലൂയ. തന്റെ ധനവും തന്റെ മഹത്വവും. അവൻ മഹത്വത്തിന്റെ രാജാവ്. അവൻ ധനവാന്മാരിൽ ധനവാൻ.
ഐശ്വര്യ സമ്പൂർണനാണ്. ആ ദൈവം ഞാനുമായിട്ട് എങ്ങനെ കണക്ട് ആയി? അതായത് ചിന്തിച്ചു നോക്കുക, നമ്മുടെ ജീവിതത്തില് ഉന്നതന്മാരായ നേതാക്കന്മാർ, ഉന്നതന്മാരായ അധികാരികൾ, സമ്പന്നന്മാർ, നമ്മൾ അവരെയൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യാറുണ്ട് മാധ്യമങ്ങളിൽ കൂടെ. പക്ഷെ അവരുമായിട്ട് നമുക്ക് ബന്ധം. പക്ഷേ നമ്മുടെ നിലവാരത്തിൽ നമ്മളുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഇടനിലക്കാരനുണ്ടെങ്കിൽ, മധ്യസ്ഥനുണ്ടെങ്കിൽ, നമുക്ക് ആ വ്യക്തിയായിട്ട് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ പറയുകയാണ്, ക്രിസ്തുയേശുവിൽ അവൻ ധനവാനാണ്, അവൻ ഉന്നതനാണ്, ശക്തനാണ്, മഹത്വമേറിയവനാണ്. പക്ഷേ ക്രിസ്തുവിൽ വെളിപ്പെട്ടതാണ് അവന്റെ മഹത്വം. ക്രിസ്തുവിനാണ് അവന്റെ മഹത്വം വെളിപ്പെട്ടത്. ക്രിസ്തുവിനാണ് അവന്റെ സമ്പത്ത് വെളിപ്പെട്ടത്. അതായത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന സമ്പത്ത് എന്ന് പറഞ്ഞാൽ സ്വർണവും വെള്ളിയൊക്കെ. അവന്റെ മഹത്വം എന്ന് പറഞ്ഞാല് എന്താ പറയുന്നത്, ആർക്കും അടുത്തുകൂടാൻ കഴിയാത്ത കാര്യമൊക്കെ ദൈവത്തിന്റെ മഹത്വമായിട്ട് കാണുന്നത്. അല്ല പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ വെളിപ്പെട്ടതാണ് യഥാർത്ഥ മഹത്വം. അതെന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. പാപികളായിരുന്ന നമ്മുടെ കൂടെ വന്ന് ദൈവം വസിച്ചത് ക്രിസ്തുവിലൂടെ. ഹല്ലേലൂയ. ആമേൻ. അവന്റെ സ്നേഹത്തിന്റെ ധനം, അവന്റെ ക്ഷമയുടെ ധനം, അവന്റെ സമ്പത്ത് വെളിപ്പെട്ടത് ക്രിസ്തുവിൽ കൂടെയാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. അപ്പൊ ഈ സ്നേഹവും ക്ഷമയൊക്കെയാണ് വലിയ സമ്പത്ത്. അതേ പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കുക. പലരുടെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ചിലർക്ക് പ്രിയപ്പെട്ടവർക്ക് രോഗം വന്നു കഴിയുമ്പോൾ അവരുടെ സ്നേഹം വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അവരുടെ സമ്പത്ത് മുഴുവൻ വിറ്റ് ആ കുഞ്ഞിനെ അല്ലെങ്കിൽ ആ സഹോദരനെ, അമ്മയെ, അപ്പനെ ചികിത്സിക്കും. കാരണം അവരുടെ സ്നേഹം വെളിപ്പെടുത്തുന്നത് ആ പണത്തിൽ കൂടെ, അത് വിൽക്കുന്നതിലൂടെ, ആ കൊടുക്കുന്ന പരിചരണത്തിൽ കൂടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സർവ്വ സമ്പത്തും വെളിപ്പെട്ടത് നഷ്ടപ്പെട്ടു പോയ, മരണത്തോടടുത്തിരുന്ന, വീണുപോയിരുന്ന, മരിച്ചിരുന്ന എന്നെ അതിനകത്തുനിന്ന് എടുത്തുകൊണ്ടുവരാനായിട്ട് സ്വന്തം പുത്രനെ വിലയാക്കി തന്നില്ലേ? അതാണ് റിയൽ ലവ്. അവിടെ വെളിപ്പെട്ടതാണ് യഥാർത്ഥ സ്നേഹം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നിങ്ങളുടെ ആവശ്യം എന്തുമാകട്ടെ, ക്രിസ്തുവിനെ നിങ്ങളുടെ പാപത്തിന്, നിങ്ങളുടെ വേണ്ടി പാപത്തിന് വേണ്ടി ക്രൂശിൽ ഏൽപ്പിച്ചു തന്നവൻ. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നത്, അവൻ സ്വന്തം പുത്രനെ പോലും ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അതായത് അച്ചാരം അഡ്വാൻസ് ആയിട്ട് യേശുവിനെ ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി അടിക്കപ്പെട്ടവനായി കാണിച്ചിട്ട് പറഞ്ഞു, പേടിക്കണ്ട, ഇതൊരു ഹല്ലേലൂയ സന്ദേശമാണ്. നിങ്ങളെ ഞാൻ നിബന്ധനയില്ലാതെ സ്നേഹിക്കുന്നു. പുത്രനെ തന്നെങ്കിൽ അവനോടുകൂടെ സകലവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരും. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങൾ എത്ര വലിയ പ്രയാസത്തിലാണെങ്കിലും, എത്ര വലിയ പ്രതികൂലങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും, നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിച്ചാൽ മതി, ഐ ആം ഇൻ ദ ലോർഡ്. ഞാൻ കർത്താവിലാണ്, ഞാൻ കർത്താവിലാണ്. നിങ്ങൾ ക്രിസ്തുവിനാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിനാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയാം, നെവർ, ഒരിക്കലും നിങ്ങൾ ഒരു വിഷയത്തിലും പരാജയപ്പെടാൻ അനുവദിക്കത്തില്ല കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിഷയങ്ങൾ എന്തുമാണ്, കർത്താവിൽ സന്തോഷിക്കുക. കർത്താവിൽ നിങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കും. അതാണ് ഈ 2 വാക്യങ്ങളെ, ഈ 3 വാക്യങ്ങളെ ചേർത്ത് പറയാം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. 13-ാം വാക്യം, ഹല്ലേലൂയ, കർത്താവിൽ എനിക്ക് എല്ലാം സാധ്യം. ഹല്ലേലൂയ. 19-ാം വാക്യം, കർത്താവിൽ എന്റെ ആവശ്യങ്ങളൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തോളം എന്റെ പിതാവ് തീർത്തു തരും. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏത് വലിയ പ്രതിസന്ധികളുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ സന്തോഷിക്കാമോ? കർത്താവിൽ നിന്ന് സന്തോഷിക്കാനായിട്ട് നിങ്ങളൊന്ന് പരിശീലിപ്പിക്കാമോ? നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ, ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠകരമായ നിലയിൽ കർത്താവ് പരിഹരിക്കും. നിങ്ങൾ ഭാരപ്പെടണം. ആ പ്രതിസന്ധികളുടെ നടുവിലും ഹല്ലേലൂയ കർത്താവിലുള്ള ജീവിതത്തെ ഒന്ന് ആസ്വദിക്കാൻ പറ്റും. കർത്താവിന്റെ കൂടെ ഒന്ന് വസിക്കാൻ സാധിക്കും. കർത്താവിന്റെ സ്നേഹത്തെ ഒന്ന് രുചിച്ച് കർത്താവിന്റെ സ്നേഹത്തിൽ ഒന്ന് വർദ്ധിച്ചു വരാൻ സാധിക്കും. നിങ്ങളുടെ വിഷയങ്ങളിൽ കർത്താവ് ഇന്നുവരെ അത്ഭുതകരമായി നടത്തിയത്, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠകരമായ നിലയിൽ നിങ്ങളെ നടത്തി നിങ്ങളെ മാനിച്ചിരിക്കും. നിങ്ങൾ അത്ഭുതപ്പെടുന്നു പോലെ. ഹല്ലേലൂയ. ആമേൻ. എന്റെ ജീവിതത്തില് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്തിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക.
ആമേൻ. കർത്താവിൽ എപ്പോഴും ശക്തരാണെന്ന് തിരിച്ചറിയുക. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യത്തിന് തിരിച്ചറിവുണ്ടാകും. എന്റെ ആവശ്യങ്ങളൊക്കെ കർത്താവ് നിവർത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഹല്ലേലൂയ നിങ്ങളുടെ ജീവിത സാഹചര്യം എന്തുമാകട്ടെ, ആമേൻ, കർത്താവിൽ ഒന്ന് സന്തോഷിക്കാമോ? ആമേൻ. എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. എനിക്ക് എന്റെ കർത്താവ് മതിയായവനാ. ഹല്ലേലൂയ. യേശുവിനെ ക്രൂശിൽ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന എന്റെ കർത്താവ്, എന്റെ ദൈവം, എന്റെ പിതാവ്, ആമേൻ, സകലതും എനിക്ക് വേണ്ടി നൽകി കഴിഞ്ഞിരിക്കുകയാണ് സൗജന്യമായി. ആ ബോധ്യത്തോടു കൂടി ആയിരിക്കുക. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണുന്ന ഒരു ദിവസമായി തീരട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, യേശുവിന്റെ നാമത്തിലും കർത്താവേ, ജീവിതത്തില് നിരാശയിലും പ്രയാസത്തിലും ഭാരത്തിലും കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ, ആവശ്യങ്ങളെ നടുവിൽ നിൽക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ നിന്റെ വചനം പറയുന്ന പോലെ കർത്താവെ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ആമേൻ, ഹല്ലേലൂയ, ആമേൻ, മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന് വചനത്തിൽ പറയുമ്പോൾ അതേ കർത്താവ്, അതേ ബോധ്യത്തോടുകൂടി ജീവിതത്തെ കാണാൻ കർത്താവ് ഇടയാക്കണം. അവരായിരിക്കുന്ന പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള വലിയ വെല്ലുവിളികളുടെ മുമ്പിൽ, ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങള്, വസ്തുവിന്റെ പ്രശ്നങ്ങള്, കുഞ്ഞുങ്ങളുടെ ഭാവി വിദ്യാഭ്യാസപരമായുള്ള കാര്യങ്ങളിൽ പ്രയാസങ്ങളിലായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ അങ്ങയുടെ അസാധാരണമായ കരം നീട്ടപ്പെടട്ടെ. കർത്താവിന്റെ മഹത്വം വെളിപ്പെടട്ടെ. എല്ലാ വിഷയങ്ങൾക്കും ഈ ദിവസങ്ങളിൽ പരിഹാരം വരുന്നത് അവർ കാണട്ടെ. കർത്താവ്, യെസ് ലോർഡ്, സ്വർഗത്തിലെ ദൈവം അതിന് മുഴുവൻ പരിഹാരം വരുത്തിയതിനായിട്ട് നന്ദി യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, പ്രത്യേകിച്ച് കർത്താവ്, ആ വലിയ സാമ്പത്തിക വെല്ലുവിളികളുടെ മുമ്പിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ചെയ്ത് യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ ആമേൻ പ്രൊവിഷൻ അവരുടെ വിഷയത്തിന് മേൽ കർത്താവെ പകരപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു. വിഷയങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. അവർ അത്ഭുതങ്ങളെ കാണട്ടെ. ജീവിതത്തിൽ വിടുതൽ അനുഭവിക്കട്ടെ. ജയാളികളായിട്ട് അവർ മാറട്ടെ. കർത്താവ്, ജയാളികളായിട്ട് അവർ മാറട്ടെ. അങ്ങനെ കർത്താവിൻ നാമത്തിൽ ക്രിസ്തുവിൽ അവരെ അനുഗ്രഹിക്കുന്ന കർത്താവ് സകല നന്മകളാലും കർത്താവിനെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ സൂക്ഷിക്കണം. മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാടിൻ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്തുവാണ്, കർത്താവ് അതിനകത്ത് അത്ഭുതം ചെയ്തു കഴിഞ്ഞിരിക്കുക. വിശ്വസിക്കുക. അതെ, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഈ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങൾ നിങ്ങളോടുകൂടെ കർത്താവിനെ സ്തുതിക്കുവാനും നിങ്ങളോട് കൂടെ പ്രാർത്ഥനയിൽ ജാഗരിക്കുവാനും ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് 3 പുസ്തകങ്ങളുണ്ട്. പുനഃസ്ഥാപനം ക്രിസ്തുവിൽ, സ്നാനം ക്രിസ്തുവിൽ, അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്. നിങ്ങൾ ആ പുസ്തകങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കാനായിട്ട് ഈ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങൾക്കത് നിശ്ചയമായിട്ടും സൗജന്യമായി എത്തിച്ചേരുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.